വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? മുട്ടയും ബ്രെഡും വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അതിനായി 2 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക്, ഒരു സവാള, ഒരു തക്കാളി, ഒരു കോഴിമുട്ട എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കോഴിമുട്ടയെ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പെല്ലാം നന്നായി യോജിക്കുന്നത് വരെ നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് എല്ലാ വശത്തേക്കും നന്നായി യോജിച്ച് വരട്ടെ. ഇതുപോലെ നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഈ വലുപ്പത്തിലുള്ള പീസുകളായിട്ടാണ് ബ്രെഡിനെ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കോ ടിഫിൻ ബോക്സിലേക്കോ ഒക്കെ കൊടുത്തയക്കാനാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വെളിച്ചെണ്ണയെല്ലാം ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്ക് കൊടുത്തയക്കുകയും ചെയ്യാം. മുട്ടയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെയെല്ലാം ഒരു സൂത്രപ്പണി, ഒരു ട്രിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്തു കൊടുത്ത് നോക്കാം നമുക്ക്. ഇവിടെ സവാള നമ്മൾ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിരുന്നു. ഇപ്പോൾ സവാളയെല്ലാം ഒരുവിധം കളറൊക്കെ മാറി ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് എരിവ് കുറവ് വേണമെങ്കിൽ ഒരല്പം മുളക് പൊടിയോ ഒക്കെ ചേർത്താൽ മതിയാവും. ഇപ്പോൾ പച്ചമുളകെല്ലാം ഒന്ന് വാടി വരുന്നുണ്ട്. ഇനി നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയെല്ലാം നന്നായി ഒന്ന് വാടി വരണം. ഇനി നമുക്ക് ഇവ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇവയെ ഒരു സൈഡിലേക്ക് ഒതുക്കി വയ്ക്കാം. നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട നമുക്കൊന്ന് സ്ക്രാബിൾ ചെയ്ത് എടുക്കാം, ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ തയ്യാറാക്കിയ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെ ഒന്ന് നമുക്ക് സ്ക്രാബിൾ ചെയ്ത് എടുക്കാം. നന്നായി ഒന്ന് ഇളക്കി ചീകിയെടുക്കാം. നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇവയെല്ലാം ചീകിയതിന് ശേഷം നമുക്ക് ഈ തക്കാളിക്കൂട്ട് പച്ചമുളക് കൂട്ടിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കാം നമുക്ക്. സവാളയും ഒരല്പം ഉപ്പ് കൂടി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിനെല്ലാം യോജിപ്പിക്കാം. ഇവയെല്ലാം ഒന്ന് ചെറിയ രീതിയിൽ ചെറിയ തീയിൽ വെച്ച് യോജിപ്പിച്ചതിന് ശേഷം ഇവയെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. തക്കാളിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി തക്കാളിയെല്ലാം ഒന്ന് നന്നായി വെന്ത് വരട്ടെ. ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എന്തായി എന്ന് നോക്കാം. തക്കാളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്.
നന്നായി ഒന്ന് നമുക്ക് ഇവയെ ഇളക്കി കൊടുക്കാം. തക്കാളിയും മുട്ടയും സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കവയും ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇപ്പോൾ ദാ ബ്രെഡിൻ്റെ കൂട്ടും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയെല്ലാം എല്ലാ ഭാഗത്തേക്കും ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിവയെ ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ചെറിയ തീ വെച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കിത് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇപ്പോൾ ദാ നമ്മളുടെ ബ്രെഡിൻ്റെ കൂട്ടെല്ലാം തയ്യാറായിട്ടുണ്ട്. നമ്മളുടെ ബ്രെഡ് എഗ് ബുർജ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഒരു സെർവിങ് ഡിഷിലേക്ക് പകർത്താവുന്നതാണ്. ഇത് ചൂട്ടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. നമ്മളുടെ ബ്രെഡ് എഗ് ബുർജി തയ്യാർ. താങ്ക് യു.